ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റഗ്രാമിലേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാംക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോസ് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്നും ഞാനൊരു ബോട്ടിൽ ആർട്ട് തന്നെ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള, ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിലാണ്. അപ്പം ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സെല്ലോ ടാപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ബോട്ടിലൊന്ന് നടുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് ബോട്ടിലൊന്ന് 2 പാർട്ടീഷനാക്കി മാറ്റുകയാണ്. അപ്പോൾ എന്നിട്ട് അതിലെ ഒരു ഭാഗത്ത് ഞാൻ വൈറ്റ് ആക്രിലിക് കളർ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെല്ലോ ടാപ്പിന് പകരം മാസ്കിൻ ടേപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ടാബ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ താഴെ ഭാഗം ഒരു വൈറ്റ് ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാനൊരു സെക്കൻഡ് കോട്ടും കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. നമ്മളിവിടെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സെല്ലോ ടാപ്പിൻ്റെ ആ ഒരു മേലെ ഭാഗത്ത് പെയിൻറ്റ് ചെയ്യരുത്. സെല്ലോ ടാപ്പിൻ്റെ അവിടെ വരെ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ സെക്കൻഡ് കോട്ടും അടിച്ചിട്ട് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബോട്ടിലൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. ആ ബോട്ടിൽ ഡ്രൈ ആവുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് സെക്കൻഡ് ബോട്ടിൽ ആർട്ടിൻ്റെ ബേസ് കോട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് അത് ഈ ബോട്ടിലിൻ്റെ ഒരു 2 പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ആ മേലുള്ള ഒരു ഭാഗം ഞാൻ വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടൊന്നിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ആ ബോട്ടിലിൻ്റെ മേലുള്ള ഒരു റിങ് ഞാൻ കട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. ജസ്റ്റ് സിസേഴ്സ് ഉപയോഗിച്ചിട്ടൊന്നിങ്ങനെ കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് ലിക്വർ ബോട്ടിൽ തന്നെയാണ് കേട്ടോ. മെഡിസിൻ്റെ ബോട്ടിലും വേറെ ജ്യൂസിൻ്റെ ബോട്ടിലും ഒന്നുമല്ല. ഒരു 200 ml ഒരു കുഞ്ഞു ബോട്ടിലാണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ്. അപ്പോൾ ആ ഫസ്റ്റ് കോട്ട് അടിച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഞാൻ ആ സെക്കൻഡ് കോട്ടും കൂടി അടിച്ചൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ ആ ഒരു 2 ബോട്ടിലിൻ്റെയും ആ ഒരു പോർഷന് നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബാക്കി പോർഷനും കൂടെ ഒന്ന് അടിക്കാം. അപ്പോൾ അതിന് ഞാൻ ബ്ലാക്ക് ആക്രിലിക് കളർ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു മേലെ ഭാഗം ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ഫസ്റ്റ് കോട്ട് തന്നെ അടിച്ചാൽ മതി, കാരണം ഈ ഒരു ഡാർക്ക് കളർ ബോട്ടിലല്ലേ. അപ്പോൾ ഒരു കോട്ട് അടിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിങ് കിട്ടും. നമ്മളിവിടെ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സെല്ലോ ടാപ്പിൻ്റെ അവിടെ വരെ പെയിൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ആ ഒരു വൈറ്റ് പോർഷനിലാവാതെ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഡ്രൈ ആക്കാൻ വെക്കുക. ആ ഒരു ടൈമിലേക്ക് നമ്മൾ ആ ഒരു സെക്കൻഡ് ബോട്ടിൽ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു താഴെ പോർഷനിലും ഞാൻ ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടുള്ളൂ കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ ആയിട്ടുണ്ട്. നമ്മൾ എന്നാലും ഈ ഡാർക്ക് ബോട്ടിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് തോന്നും ഈ ബ്ലാക്ക് ഒക്കെ അടിക്കുന്ന സമയത്ത്. എന്നിട്ട് ഈ 2 ബോട്ടിലൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. അപ്പം നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ഇവിടെ ഡ്രൈ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു സെല്ലോ ടാപ്പ് ഉണ്ടല്ലോ, അതൊന്ന് നമ്മൾ പീൽ ചെയ്ത് കളയണം. അപ്പം നമ്മൾ മെല്ലെ ആ ഒരു പെയിൻ്റൊന്നും ഇളകാതെ തന്നെ നമ്മളൊന്ന് പീൽ ചെയ്ത് ഒഴിവാക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ, ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ആ ഒരു ബ്ലാക്ക് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ടച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ആ വൈറ്റിലായി കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതൊക്കെ ഇല്ലാതാവും. ഒന്ന് നീറ്റായിട്ട് തന്നെ ഇപ്പോൾ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെല്ലോ ടാപ്പ് പീൽ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തും ഒരു കോട്ട് തന്നെ അടിച്ചാൽ മതി. അപ്പോൾ നമ്മളുടെ ആ ഒരു കുഞ്ഞ് ബോട്ടിലും കൂടെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു സെല്ലോ ടാപ്പും കൂടെ ഞാനൊന്ന് പീൽ ചെയ്ത് ഒഴിവാക്കുകയാണ്. എന്നിട്ട് ആ ഒരു ബോട്ടിലിൻ്റെ നമ്മൾ ആ സെല്ലോ ടാപ്പ് പറിച്ചിട്ടുള്ള ആ ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല. അതിങ്ങനെ ട്രാൻസ്പാരൻ്റ് ഇട്ട് കിടക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ലൊരു ഭംഗി കിട്ടുക. ആ ഒരു ബോട്ടിലിൻ്റെ നല്ല ഭംഗിയുണ്ട്. ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഒരു ഭാഗം മാത്രം വൈറ്റ്, ഒരു ഭാഗം ഡാർക്ക്, അങ്ങനെ ആയപ്പോൾ നല്ല രസമുണ്ട്. മറ്റേ ബോട്ടിൽ പിന്നെ ഡാർക്ക് ബോട്ടിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് 2 പോർഷനാക്കി മാറ്റിയത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴയ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലെ പഴയ എഴുതിയിട്ടുള്ള ഒരു പേജൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു പേജ് എടുത്തിട്ട് നമ്മൾ ബോട്ടിലിൻ്റെ ഏതെങ്കിലും ഒരു പോർഷന്, അപ്പോൾ ഞാനിവിടെ ആ വൈറ്റ് പോർഷനാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ റോൾ ചെയ്തിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലും സെല്ലോ ടാപ്പിൻ്റെ ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബോട്ടിലിൻ്റെ ആ ഒരു ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചിട്ടുള്ള ആ ഒരു പോർഷനിൽ നമ്മളൊരു ഒരു മിനുക്ക് പണിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു പെയിൻറ്റ് വൈറ്റിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആ 2 ബോട്ടിലും ഒന്ന് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതിന് ആ ഒരു മിനുക്ക് പണിക്ക് യൂസ് ചെയ്യാൻ പോകുന്നത് വൈറ്റ് ആക്രിലിക് കളർ പെയിൻറ്റാണ്. അപ്പോൾ ഞാനൊരു വലിയൊരു ബ്രഷ് തന്നെ എടുത്തിട്ടുണ്ട്. പോയിൻറ്റഡ് ബ്രഷല്ല, കുറച്ച് ബ്രിസിൽസൊക്കെ ഉള്ള. എന്നിട്ട് ആ വൈറ്റ് പെയിൻറ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ വേറൊരു ബ്രഷിൻ്റെ ഒരു ബാക്ക് സൈഡ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുക. അപ്പം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ടായിട്ട് ഇങ്ങനെ ആ ഒരു പെയിൻറ്റ്
ആ ഒരു ബോട്ടിലേക്ക് വീഴും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചധികം തന്നെ ഒന്ന് ആക്കുന്നതാണ് കേട്ടോ, ഒരു ഭംഗി ഉണ്ടാവാം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഡ്രോപ്പല്ല, കുറച്ച് നമ്മൾ ആ ഒരു ബ്രഷിൽ പെയിൻറ്റ് ഇങ്ങനെ എടുക്കുമ്പം കുറച്ചധികം തന്നെ ആവണം. അതിങ്ങനെ വടിച്ചൊഴിവാക്കണ്ട, അപ്പോഴേ നമുക്ക് ഒരു വലിയ ഡോട്ടായിട്ടൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ 2 ബോട്ടിലിൻ്റെയും ആ ഒരു സൈഡ് ഇങ്ങനെ പെയിൻറ്റ് ഇങ്ങനെ തെറിപ്പിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വേറെ ആരെങ്കിലും നമുക്ക് ആ ഒരു ബോട്ടിൽ പിടിച്ച് തരേണ്ടതുണ്ടെങ്കിൽ ബോട്ടിലിൻ്റെ ആ ഒരു ബാക്ക് സൈഡിലൂടെ നമുക്കിങ്ങനെ ഒന്ന് പെയിൻറ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടൊന്നിങ്ങനെ കൊടുക്കാം. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം ഡ്രൈ ആയതിന് ശേഷം മാത്രം അത് തിരിച്ചു വെച്ചിട്ട് ബാക്ക് സൈഡും കൂടെ ഒന്നിങ്ങനെ ചെയ്യാം. അപ്പോൾ എനിക്ക് എൻ്റെ മോള് ഈ ബോട്ടിൽ പിടിച്ചു തന്നുകൊണ്ട് എനിക്ക് ആ ഒരു ടൈമിൽ തന്നെ ഡ്രൈ ആക്കാൻ വെക്കാതെ ആ ഒരു ടൈമിൽ തന്നെ ആ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ പിടിക്കുന്ന ആളോട് ഇങ്ങനെ പറയണം റോൾ ചെയ്ത് തരാൻ. അപ്പോൾ നമുക്ക് ആ ഒരു പെയിൻറ്റ് ആവാത്ത ഭാഗത്തൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു ബോട്ടിൽ 2 ബോട്ടിലെയും ആ ഒരു ബ്ലാക്ക് പോർഷനിൽ ഫുള്ളായിട്ട് നമ്മൾ പെയിൻറ്റൊക്കെ അങ്ങനെ തെറിപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബോട്ടിൽ ടച്ച് ചെയ്യാതെ ഒരു ഭാഗത്ത് ഡ്രൈ ആക്കാൻ വെക്കണം. കാരണം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡോട്ടൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ട് പോകും. അപ്പോൾ നമ്മൾ ആ ഒരു വർക്കിൻ്റെ ഫിനിഷിംഗ് ഒന്നും ഇല്ലാതാവും. ഇപ്പം നമ്മളുടെ ആ ഒരു 2 ബോട്ടിലും ആ ഒരു ബ്ലാക്ക് പോർഷന് ഡ്രൈ ആക്കിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയൊരു ഡോട്ട് പോലെയൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒരു മുത്ത് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു പേപ്പറില്ലേ, നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പേപ്പറും എല്ലാം ഇങ്ങനെ ഇളക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത്, ഇപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ ആ ഒരു വൈറ്റും ബ്ലാക്കും ഇങ്ങനെ കാണുമ്പോൾ, ആ ഒരു ട്രാൻസ്പാരൻറ്റ് ബോട്ടിൽ നല്ല രസമുണ്ട് കാണാനും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ആ ഒരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു വൈറ്റ് പോർഷനിൽ ബ്ലാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ആ പേപ്പർ വെച്ചിട്ട് തന്നെ ഈ ബ്ലാക്ക് പോർഷനിലൊന്നിങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ആ ഒരു പേപ്പറിലുള്ള ഒരു സെല്ലോ ടാപ്പൊക്കെ തന്നെ മതി. ജസ്റ്റ് ഒന്നിങ്ങനെ ഒരുപാട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് അതൊന്ന് വെച്ചിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ആ ഒരു കുഞ്ഞു ബോട്ടിൽ അതുപോലെ തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കുഞ്ഞു ബോട്ടിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സെല്ലോ ടാപ്പ് നമ്മൾ പറിച്ചിട്ടുള്ള ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗവും നമ്മൾ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യണം. ആ ഒരു വൈറ്റ് പോർഷനിൽ മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വൈറ്റിൽ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ബ്രഷ് തെറിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബ്ലാക്ക് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബ്രഷിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്യുക. വേറൊരു കമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി കേട്ടോ, ബ്രഷ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കമ്പോ ഒക്കെ വെച്ചിട്ടൊന്നിങ്ങനെ ബാക്കിൽ തട്ടി കൊടുക്കുക. അപ്പം നമ്മൾ ഡിപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആ ഒരു പെയിൻറ്റ് ബ്രഷ് കുറച്ചധികം ബ്രിസിൽസ് ഉള്ള ഒരു ബ്രഷാണ് നല്ലത്. അപ്പോൾ ഒരുപാട് പോയിൻറ്റഡ് ഒക്കെ ആയിട്ടാണെങ്കിൽ ഒരുപാട് അതിൽ പെയിൻറ്റ് വരില്ലല്ലോ, അപ്പോൾ തട്ടി കൊടുത്താൽ ഇങ്ങനെ കുഞ്ഞു ഡോട്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കഴിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയൊരു ബ്രഷ് എടുക്കുക, അതുപോലെ നന്നായിട്ട് പെയിൻറ്റ് ഡിപ്പ് ചെയ്തിട്ട് ആ ഒരു ബ്രഷിൻ്റെ ആ ഒരു ബ്രിസിൽസിൻ്റെ കുറച്ച് ബാക്കോട്ടായിട്ട് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വലിയൊരു ഡോട്ടായിട്ടും കുറച്ച് ഇങ്ങനെ നീളത്തിലായിട്ടും ഒക്കെ വരും, നല്ല ഭംഗിയാണ് കാണാനും. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, എങ്ങനെ വന്നാലും കുഴപ്പമില്ല. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ഡിസൈനും കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മൾ ഈ 2 ബോട്ടിലും ആ ഒരു വൈറ്റ് പോർഷനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗം നമ്മളൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. ബോട്ടിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതിനേക്കാൾ അടിപൊളിയായിട്ടായിരുന്നു കൈ, അതുപോലെ ടേബിൾ, ഡ്രസ്സ് എല്ലായിടത്തും പെയിൻ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം കുഞ്ഞ് ഡോട്ടായിട്ട് ഇങ്ങനെ ഫുള്ള് തെറിച്ചിരിക്കുകയല്ലേ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചിട്ട് ചെയ്യാം, അതുപോലെ ഡ്രസ്സിലൊക്കെ ആവാതെ നോക്കണേ. അപ്പോൾ നമ്മൾ 2 ബോട്ടിലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മേലെ നമ്മൾ റോൾ ചെയ്തിട്ടുള്ള ഒരു പേപ്പർ ഒന്ന് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ആ 2 ബോട്ടിലിലെ ഒരു പേപ്പറൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനും. കാരണം ആ ഒരു വലിയ ബോട്ടിൽ നല്ല രസമുണ്ട്, കുഞ്ഞു ബോട്ടിൽ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു കുഞ്ഞു ബോട്ടിലാണ്. കാരണം ആ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ആ ഒരു ഭാഗത്ത് കൂടെ ഇങ്ങനെ ആ ഒരു ബോട്ടിൽ കാണുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമുണ്ട്. നമ്മൾ 2 ബോട്ടിലും ഒരുപോലെയുള്ളൊരു വർക്ക് തന്നെയാണ് ചെയ്തത്. നമ്മൾ കളേഴ്സ് കൊടുത്തിട്ട് 2 ഓപ്പോസിറ്റായിട്ട് കളേഴ്സ് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിലും നല്ല ഭംഗിയുണ്ട്, കാരണം നേരെ ഓപ്പോസിറ്റായിട്ട് അതിൻ്റെ ആ ഒരു ഡോട്ടൊക്കെ വരുന്നത് ബ്ലാക്കിൽ വൈറ്റ് ഡോട്ടും വൈറ്റിൽ ബ്ലാക്ക് ഡോട്ടൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിനേക്കാൾ നല്ലൊരു ഭംഗി എനിക്ക് തോന്നുന്നത് ഈ ഒരു കുഞ്ഞു ബോട്ടിലാണ്. കാരണം ആ ഒരു ട്രാൻസ്പാരൻ്റ് ആ ഭാഗത്ത് കൂടെ ഇങ്ങനെ ആ ഒരു പാർട്ടീഷൻ കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പാരൻ്റ് ബോട്ടിൽ തന്നെ എടുക്കണം കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായാലും കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, ട്രാൻസ്പാരൻ്റ് ബോട്ടിൽ എടുക്കുക. ഈ ഒരു വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കുഞ്ഞു പല ഷേപ്പിലുള്ള ബോട്ടിൽസിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഷോക്കേസിലൊക്കെ വെക്കുമ്പോൾ നല്ല രസമായിരിക്കും. ഈ കുഞ്ഞു ബൗളും സെറാമിക് ബൗളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലൊക്കെ ചെയ്താലൊക്കെ നല്ല രസം ഉണ്ടാവും. എന്നോട് കുറച്ച് പേര് ഹായ് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. 6th പഠിക്കുന്ന നേദിയ, പ്രീഷൽ ഷൈനൽ ഡിസൂസ, ഷിക, ഐശ്വര്യ ഹരീഷ്, സഫ ചാപ്പു, മറിയം, മിസ്ന, ഫെല്ല ഫിറോസ്, ആയിഷ, 7th പഠിക്കുന്ന റിനുമോൾ, സിയ,
സെവൻത്ത് പഠിക്കുന്ന ഷഹാന, ദേവപ്രിയ, അൽഫാസ്, അർജിത, സെവൻത്ത് പഠിക്കുന്ന ശ്രീലക്ഷ്മി, ചിത്ര ബിനോജ്, അന്നക്കുട്ടി, ഷാന, ഫിഫ്ത്ത് പഠിക്കുന്ന ഫാത്തിമ സൈറ, സിക്സ്ത്ത് പഠിക്കുന്ന മിൻഷിബ, ബിനോജ്, ഫാത്തിമത്തുൽ റിസ, അൻസന, അഭിനയ, നാജില, ഫിഫ്ത്ത് പഠിക്കുന്ന ഷിദിൽ മോനു, എയ്ത്ത് പഠിക്കുന്ന റിതുവിൻ. എല്ലാവർക്കും ഞാൻ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടെസ്റ്റിമോണിയൽസും കൂടെ ഒന്ന് കണ്ടാലോ. ആദ്യത്തെ പിക്ക് അയച്ചു തന്നത് നമുക്ക് കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന കാജൽ ഫ്രാൻസിസ് ആണ്. നമ്മൾ മെഡിസിൻ്റെ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട് ഒരു ഗ്രേപ്പ് വൈൻ്റെ ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി സിക്സ്ത്ത് പഠിക്കുന്ന നഹാല അയച്ചു തന്നത് നമ്മൾ ചെറുനാരങ്ങൻ്റെ തൊലി ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ട്രൈ ചെയ്തിട്ടാണ്. അതുപോലെ നമ്മൾ പംകിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൈപ്പക്കയുടെ സീഡ് ഉപയോഗിച്ചിട്ട് ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടിട്ട് മെഡിസിൻ്റെ സ്ട്രിപ്പ് കൊണ്ട് ഒരു ഗ്രേപ്പ് വൈൻ്റെ ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ട് ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഷിഫാന അയച്ചു തന്നത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പെയിൻറ്റിങ്ങിൻ്റെ. അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി സ്നേഹ അയച്ചു തന്നത് നമ്മൾ പംകിൻ്റെ സീഡ് ഉപയോഗിച്ചിട്ട് ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്തിട്ടാണ് അയച്ചു തന്നത്. നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്തതായി അർജിന AJ അയച്ചു തന്നത് നമ്മൾ എക്സൽ ഉപയോഗിച്ചിട്ട് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ജാപ്പനീസ് മോഡലും. അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ വാഴയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്ലവർ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ സിൽക്കിൻ്റെ ത്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഓൾഡ് ബാംഗിൾസ് ഒക്കെ റീയൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി മാൻസി അലക്സ് അയച്ചു തന്നത് നമ്മൾ ചെറുനാരങ്ങൻ്റെ തൊലി ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോട്ടിലായിട്ടാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്തതായി പാർവതി രാജ് അയച്ചു തന്നത് നമ്മൾ തെങ്ങിൻ പൂക്കുൽ ഉപയോഗിച്ചിട്ട് ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്തിട്ടാണ്. നല്ല ഗോൾഡൻ കളറൊക്കെ കൊടുത്ത് ബ്ലാക്കിൽ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. അടുത്തതായി സുറുമി സലീം അയച്ചു തന്നത് നമ്മൾ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒരു ബോട്ടിൽ ഫെദേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നത് അൻസിയ റഷീദാണ്. കോക്കനട്ടിൻ്റെ ഷെല്ല് ഉപയോഗിച്ചുള്ള ഒരു ബോട്ടിൽ ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ടിഷ്യൂ പേപ്പറും മുളകിൻ്റെ തണ്ടും വെച്ചിട്ടൊരു ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈസി പീസി ബോട്ടിൽ ആർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു റെഡ് ഞാൻ ഇയർബഡ്സ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ഫ്ലവേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ മേലെ കൊടുക്കാം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.